സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് നടത്തിവരുന്ന ഈ സൗഹൃദ ക്യാമ്പയിൻ വിവിധ പരിപാടികൾ യൂണിറ്റ് തലങ്ങളിലും അതേപോലെ തന്നെ വിവിധ ഘടകങ്ങളിൽ നടന്നു വരികയാണ്. ഈ മാനവ സംഗമത്തിനും SSFൻ്റെ എല്ലാവിധ പരിപാടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ആദരണീയരായ പണ്ഡിത സദാത്തുക്കൾ, പ്രസ്ഥാനിക നേതാക്കൾ, സ്നേഹധന്യരായ പ്രതിനിധികൾ, മലബാറിൻ്റെ സാമൂതിരി ഓർമ്മകൾ എന്ന ശീർഷകത്തിൽ കോഴിക്കോട് ജില്ല SSF സംഘടിപ്പിക്കുന്ന മാനവ സംഗമം രണ്ട് മാസത്തോളമായി വൈവിധ്യമാർന്ന പരിപാടികളുടെ സമാപനമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. മലബാറിൻ്റെ സാമൂതിരി ഓർമ്മകൾ എന്ന വിഷയം പഠന വിധേയമാക്കുമ്പോൾ പ്രധാനമായും മലബാർ എന്ന പ്രദേശത്തെ കുറിച്ചുള്ള ഒരു ചർച്ച അനിവാര്യമാണ്. ഒപ്പം മലബാറിലെ മാപ്പിളമാർ, കൂടെ മലബാറിലെ മാപ്പിളമാരും മലബാറിനെ ഒരുപാട് കാലം ഏതാണ്ട് 8 നൂറ്റാണ്ടോളം ഭരിച്ചിരുന്ന സാമൂതിരിയും തമ്മിലുള്ള ബന്ധവും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. മലബാർ എന്ന പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ആധികാരികമെന്ന് തോന്നുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു കാരണമാണ് ആ പേര് വരാനുള്ള അടിസ്ഥാനം. സഹ്യ പർവ്വതങ്ങൾക്ക് താഴെ സമുദ്രനിരപ്പിൽ നിന്ന് 3000-ന്റെയും 8000-ന്റെയും ചതുരശ്ര അടി കിലോമീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന മലമടക്കുകളുടെ താഴെ നിൽക്കുന്ന ഒരു കര, മല ബർറി എന്ന് പറയുന്ന, മല എന്ന മലയാളവും ബർറി എന്ന് പറയുന്ന കര എന്ന അറബിയും കൂടിയിട്ടാണ് മലബാർ എന്ന പദം രൂപപ്പെട്ടത് എന്ന നിഗമനം ചില ചരിത്രകാരന്മാരെങ്കിലും അംഗീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആ മലബാറിലെ മാപ്പിളമാർ എന്ന് പ്രത്യേകമായി പറയുന്നത്, മാപ്പിള എന്നുള്ള പദം മലബാർ പ്രദേശത്ത് മുസ്ലിമീങ്ങളെ കുറിച്ചാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ തെക്കൻ ജില്ലകളിൽ മാപ്പിള എന്ന് പ്രയോഗിക്കുന്നത് ക്രൈസ്തവ സുഹൃത്തുക്കളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ മലബാറിലെ മാപ്പിളമാരെന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെ കുറിച്ചാണ്. സാമൂതിരി എന്ന് പറയുന്നത് ഒരു രാജവംശത്തിന്റെ പേര് കൂടിയാണ്. 8 നൂറ്റാണ്ട് കാലം നമ്മുടെ കോഴിക്കോട് പ്രദേശം കേന്ദ്രമാക്കി നടന്ന നാട്ടുരാജാക്കന്മാരുടെ വംശത്തിന്റെ പേരായിട്ടാണ് സാമൂതിരി എന്നുള്ള പ്രയോഗം ചരിത്രത്തിൽ കാണുന്നത്. കോഴിക്കോട് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ വാണിജ്യ നഗരമായി രൂപപ്പെടുന്നത് സാമൂതിരിയുടെ വരവോടുകൂടിയാണ്. കേരളത്തിൽ നേരത്തെ അറിയപ്പെട്ടിരുന്ന തുറമുഖ നഗരം, ഏറ്റവും പുരാതന തുറമുഖ നഗരം മുസ്രിസാണ്. ഇന്ന് ആ മുസ്രിസിൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുസ്രിസ് തുറമുഖത്ത് നടന്ന ചില മോശമായ അവസ്ഥ, തുറമുഖത്തേക്ക് വാണിജ്യം കപ്പലുകൾക്ക് അടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോഴാണ്
അതിന് കൂടുതൽ സൗകര്യമുള്ള കോഴിക്കോട് തുറമുഖത്തേക്ക് കപ്പൽ വരികയും കോഴിക്കോടിനെ അങ്ങനെയുള്ളൊരു വാണിജ്യ നഗരമായിട്ട് വൈദേശികർ പരിചയപ്പെടുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഇവിടെ ഭരണം നടത്തിയിരുന്ന, നാട്ടുരാജ്യം ഭരിച്ചിരുന്ന സാമൂതിരിമാർ വൈദേശിക ശക്തികൾക്ക് അല്ലെങ്കിൽ വിദേശങ്ങളിൽ നിന്ന് വാണിജ്യ ആവശ്യാർത്ഥം വരുന്ന ആളുകൾക്ക് വലിയ സ്വീകരണം കൊടുത്തു. കേരളത്തിലേക്ക് വന്ന 50-ലധികം വരുന്ന സഞ്ചാരികൾ, ആ സഞ്ചാരികൾ മുഴുവനും കുറിച്ചിട്ടിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ വലിയങ്ങാടി എന്ന് പറയുന്ന ഒരു പ്രദേശം അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. സാമൂതിരിയുടെ കാലത്ത് ഈ കടപ്പുറത്ത് തുറമുഖത്ത് വരുന്ന ചരക്കുകൾ എണ്ണി നോക്കാതെയാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അത്രയും സുരക്ഷയും അത്രയും വിശ്വസ്തതയുമുള്ള ഒരു കാലഘട്ടം വാണിജ്യ ലോകം അനുഭവിച്ചിരുന്നു എന്ന് ഒരുപാട് ചരിത്രകാരന്മാർ 13-ാം നൂറ്റാണ്ടും 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും വന്ന സഞ്ചാരികൾ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വാണിജ്യപരമായ ബന്ധത്തിലൂടെ ഒരു സംസ്കാരങ്ങളും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് മുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകൾ വാണിജ്യാവശ്യാർത്ഥം ഇവിടെ വന്നപ്പോ അവരുമായി കേവലം ഒരു വാണിജ്യ ബന്ധം എന്നതിലുപരി ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് വളരാൻ സാമൂതിരിക്കും അവരുടെ അനുയായികൾക്കും കഴിഞ്ഞു എന്നതാണ് സാമൂതിരിയുടെയും മത നേതൃത്വവും തമ്മിലുള്ള വായനയിൽ നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. അവിടെ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന 1442-ൽ കേരളം സന്ദർശിച്ച യാത്രക്കാരൻ, അദ്ദേഹം വിവരിക്കുന്ന വളരെ മനോഹരമായ ചില കുറിപ്പുകളുണ്ട്. സാമൂതിരിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടക്കുന്ന അല്ലെങ്കിൽ മലബാറിലുള്ള പള്ളികളിൽ ഞാൻ സന്ദർശനം നടത്തിയപ്പോ അവിടെ വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥന നടക്കാറുണ്ട് എന്നു മാത്രമല്ല, ആ പ്രാർത്ഥനകളിൽ കാളിയായിട്ട് വരുന്ന ആളുകളെ നിശ്ചയിക്കുന്നത് സാമൂതിരിയാണ്. അപ്പൊ ഒരു മത നേതൃത്വത്തെ നിർണയിക്കുന്നിടത്ത് പോലും സാമൂതിരിയുടെ പങ്കാണ് അവർ വിവരിക്കുന്ന കൂട്ടത്തിൽ. മാഹ്വാൻ എന്ന് പറയുന്ന ചൈനക്കാരനായ യാത്രക്കാരൻ, അദ്ദേഹം പറയുന്നത് കോഴിക്കോട് ജനസംഖ്യയിൽ ഹിന്ദുക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അന്ന് കോഴിക്കോട് 20 പള്ളികൾ ഉണ്ടായിരുന്നു. ആ പള്ളികളിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ ശാഫഈ മദ്ഹബുകാരായിരുന്നു എന്നുകൂടി അവർ ചേർത്തു പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സാമൂതിരിയുടെയും മത നേതൃത്വവും തമ്മിലുള്ള വലിയൊരു ബന്ധം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രരേഖകൾ കാണാൻ കഴിയും. അതുകൊണ്ടാണ് കേരളത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ, ഖാദിരി ത്വരീഖത്തും ബാലവി ത്വരീഖത്തും നഖ്ശബന്ദി ത്വരീഖത്തും സുഹ്റവർദി ത്വരീഖത്ത്, 4 ത്വരീഖത്തുകളാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്നതെന്നു മാത്രമല്ല, ഇത് ഇസ്ലാമിക സൂഫി സരണിയിലൂടെ വന്ന കൃത്യമായ മാർഗമാവുകയും ഇതിനു വിരുദ്ധമായി കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചു വന്ന ഷിയായിസത്തിന്റെ ചില പ്രവണതകളെ അന്നത്തെ പണ്ഡിതന്മാർ എതിർക്കുകയും ചെയ്തു. ആ പണ്ഡിതന്മാരാണ് സാമൂതിരിക്ക് അനുകൂലമായി നിലപാടെടുക്കുക മാത്രമല്ല, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പോലത്തെ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് സാമൂതിരിയുടെ മഹത്വം പറഞ്ഞ് സാമൂതിരിക്ക് സേവനം ചെയ്യണമെന്നും സഹായിക്കണമെന്നും പറഞ്ഞ് കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അറബികളായ ആളുകൾ കേരളത്തിലേക്ക് വരുമ്പം സാമൂതിരിക്ക് ആവശ്യമായ കുതിരകളെയും പടയാങ്കികളും അതുപോലെ തന്നെ ഉപകരണങ്ങളും കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. ഖാലി മുഹമ്മദ് എന്ന് പറയുന്ന മത നേതൃത്വം, സഹോദരന്മാരെ, ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ ചാലിയത്തെ ചരിത്രം എഴുതുന്നിടത്ത് ഖാലി മുഹമ്മദ് സാമൂതിരിയുടെ മഹത്വം പറഞ്ഞു മാത്രമായി ഒരു കവിത തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ സാമൂതിരിയും മത നേതൃത്വവും വലിയ ബന്ധമുണ്ടാകുകയും അതോടൊപ്പം തന്നെ കോഴിക്കോട് നഗരത്തിന്റെ സാംസ്കാരിക സൗന്ദര്യത്തിൽ മതങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തി മനോഹരമായ സംസ്കാരം കെട്ടിപ്പടുക്കാൻ സാമൂതിരി വഹിച്ച പങ്കിന്റെ തെളിവാണ്
നമ്മുടെ മാനാഞ്ചിറ കുളവും അതുപോലെ തന്നെ കുറ്റിച്ചിറ മിസ്കാൽ പള്ളി ഉൾപ്പെടെയുള്ള സൗന്ദര്യവും അതുപോലെ തന്നെ സൗഹാർദ്ദവും വിളിച്ചറിയിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ. ആ ചരിത്രങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഹൈന്ദവ സമൂഹത്തിൽ ജീവിക്കുകയും ആ ഹൈന്ദവാചാരങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുകയും ചെയ്ത സാമൂതിരി തന്റെ രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് കൂടുതൽ കൈകാര്യം ചെയ്യാനുള്ള മുഴുവൻ അവകാശങ്ങളും കൊടുത്തത് മരക്കാറുമാർക്കായിരുന്നു, കുഞ്ഞാലിമാർക്കായിരുന്നു എന്നുകൂടി ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വലിയ ഒരു സഹിഷ്ണുതയുടെ, സൗഹാർദ്ദത്തിന്റെ, മാനവികതയുടെ മുഖമാണ് സാമൂതിരി കാലഘട്ടം നമ്മുടെ കോഴിക്കോടിന്, മലബാറിന് പറഞ്ഞു തരുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ പുതിയ കാലത്ത് നമ്മുടെ മുഴുവൻ ചർച്ചകളിലേക്കും ഇൻഷാ അല്ലാഹ് വേണ്ട രൂപത്തിൽ നമ്മുടെ നേതൃത്വം കടന്നു വരും എന്ന പ്രതീക്ഷയോടെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.